+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 14 മാത്തമാറ്റിക്കൽ റീസണിംഗ് പാർട്ട് 2. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് 1 സ്റ്റേറ്റ്മെൻറ്റ്സ്, 2 നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്, മറ്റൊന്ന് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, component statements, connectives, inclusive or and exclusive or, then quantifiers. ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത്. നമ്മളിനി ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളുമാണ് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് P, a number is a multiple of 8. മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് a number is an even number. അതിനെ Q എന്നതാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് a number is a multiple of 8. മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് a number is an even number. ഇങ്ങനെ വരുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെ ഓർ വെച്ചിട്ട് അതുപോലെ ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ, കണക്റ്റീവ്സ് വെച്ച് കണക്ട് ചെയ്യാൻ നാം പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് നാം മറ്റൊരു മെത്തേഡിലാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. അതായത് ഇഫ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 ദെൻ ഇറ്റ് ഈസ് ഈവൺ. അതായത് ഈഫ് ദെൻ എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നാം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈഫ് ദെൻ എന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ, അതായത് ഇവിടെ എഴുതിയത് ഈഫ് പി ദെൻ ക്യൂ, ഇപ്പോൾ ഈ എഴുതിയത് ഈഫ് പി ദെൻ ക്യൂ, പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ട്. അതായത് പി എന്ന സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയാൽ നിർബന്ധമായും ക്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് റിസൾട്ടായിട്ട് ഉണ്ടാകും. അതായത് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8, 8ൻ്റെ മൾട്ടിപ്പിളാണോ നിർബന്ധമായും അത് ഈവൺ ആയിരിക്കും എന്നർത്ഥം. അതിനെയാണ് നാം ഡിനോട്ട് ചെയ്യുന്നത് പി ഇംപ്ലൈസ് ക്യൂ. ഇനി നേരെ തിരിച്ച് എ നമ്പർ ഈസ് ഈവൺ ദെൻ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയാം. അതിനെ ഈഫ് ക്യൂ ദെൻ പി എന്നും നമുക്ക് പറയാം. ഇത്തരം സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നാം പറയുന്നത് ഇംപ്ലിക്കേഷൻ. പി ഇംപ്ലൈസ് ക്യൂ, അതിനെയാണ് ഇംപ്ലിക്കേഷൻ. അപ്പോൾ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ അല്ലെങ്കിൽ ക്യൂ ഇംപ്ലൈസ് പി, ഇംപ്ലിക്കേഷൻ. നമുക്ക് ഈ കാര്യങ്ങളൊന്ന് നോട്ടിലേക്ക് എഴുതി വയ്ക്കാം. ഇംപ്ലിക്കേഷനിലെ ആദ്യത്തേതാണ് ഈഫ് ദെൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ്. വെൻ we connect two statements P and Q using if P then Q, we denote this as P implies Q. Example, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് P. A number is a multiple of 8. Q, a number is an even number. അത് P implies Q എന്ന രീതിയിൽ എഴുതുമ്പോൾ if a number is a multiple of 8 then it is even. ഇങ്ങനെ ബോർഡറിലുള്ളതാണ് നോട്ടിലേക്ക് എഴുതേണ്ടത്. P, you are born in India. Q, you are a citizen of India. P implies Q. If you are born in India, then you are a citizen of India. നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചാൽ മതി, നിർബന്ധമായും യു ആർ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരനായിരിക്കും എന്നർത്ഥം. ദെൻ നമുക്കിനി അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. നേരത്തെ പഠിച്ച തന്നെയാണ്, അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നത്. പി, എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. ക്യൂ, എ നമ്പർ ഈസ് എൻ ഈവൺ നമ്പർ. നമുക്കറിയാം ഇത് കണക്ട് ചെയ്യുമ്പോൾ പി ഇംപ്ലൈസ് ക്യൂ, അതായത് ഇഫ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 ദെൻ ഇറ്റ് ഈസ് ഈവൺ, അത് ഈവൺ ആണ്. നമ്മൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പി ക്യൂ, പി ഇംപ്ലൈസ് ക്യൂ. ഏതൊക്കെയാണ് ആ പോസിബിലിറ്റി, എപ്പോഴൊക്കെയാണ് പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് ട്രൂ ആകുന്നത്, ഇതാണ് നമ്മളിവിടെ വിശദമായിട്ട് നോക്കുന്നത്. ഇവിടെ നമുക്കറിയാം പി ട്രൂ ആണ്, ക്യൂ ട്രൂ ആണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പി ഇംപ്ലൈസ് ക്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം ഇഫ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 ദെൻ ഇറ്റ് ഈസ് ഈവൺ എന്നുള്ളതാണ്. അതിൽ പി ട്രൂ ആണ് എന്ന് പറഞ്ഞാൽ എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 അത് ട്രൂ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യൂ ട്രൂ ആയിരിക്കും. പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ ഇറ്റ് ഈസ് ക്ലിയർ, P implies Q is also true. Then അടുത്തൊരു പോസിബിലിറ്റി ഉള്ളത്
പി ട്രൂ ആണ്, ക്യൂ ഫാൾസ് ആണ്. പി ട്രൂ, ക്യൂ ഫാൾസ്. അതായത് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. 8ൻ്റെ മൾട്ടിപ്പിൾ ആയാൽ നിർബന്ധമായും അത് ഈവൺ ആയിരിക്കണം, പക്ഷേ ഈവൺ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറുന്നു. അതായത് പി ടി ആണ്, ക്യൂ എഫ് ആണ്. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് എഫ് ആണ്. നേരത്തെ നാം ഇതിൻ്റെ ഡെഫിനിഷൻ, ഇതിൻ്റെ മീനിങ് പറഞ്ഞിരുന്നു. പി എന്നല്ല, പി എന്ന് പറഞ്ഞാൽ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്നാണ്. ആദ്യ ഭാഗം വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത്തെ ഭാഗം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 8ൻ്റെ മൾട്ടിപ്പിൾ ആയാൽ നിർബന്ധമായും അത് ഈവൺ ആയിരിക്കണം, പക്ഷേ ഈവൺ അല്ല. അതുകൊണ്ട് പി ഇംപ്ലൈസ് ക്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ് എന്നർത്ഥം. ദെൻ അടുത്തത് പി എന്നുള്ളത് ഫാൾസ് ആണ്, ക്യൂ എന്നുള്ളത് ട്രൂ ആണ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 8 ആണെങ്കിൽ ഈവൺ ആണെന്നാണ്. നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 8 അല്ല എന്നാണ് പറയുന്നത്. അല്ലാത്ത കേസ് ഇവിടെ പറയുന്നില്ല. ഈവൺ ആണെങ്കിൽ നമ്പർ 8 ആയേ പറ്റൂ എന്ന് പറഞ്ഞിട്ടില്ല. 8 ആകുമ്പോൾ ഈവൺ ആണ് എന്നതാണ് പറഞ്ഞത്. അപ്പോൾ 8ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിലും ഈവൺ ആയിരിക്കാം. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് ഇതും ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നർത്ഥം. ഇനി അടുത്തൊരു കേസ് വരുന്നത് പി ഫാൾസ് ആണ്, ക്യൂ ഫാൾസ് ആണ്. 8ൻ്റെ മൾട്ടിപ്പിളും അല്ല, ഈവണും അല്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് വാക്വസ്ലി ട്രൂ ആണ്. നമ്മൾ ഇത് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് നമുക്കറിയാവുന്ന ഡെഫിനിഷൻസിൽ നിന്ന് നമ്മളൊന്ന് നോക്കാം. എന്താണ് ഇവിടുത്തെ കേസ് വരുന്നത് എന്നൊന്ന് നോക്കാം. അതായത് ഈ പോസിബിലിറ്റി ഒഴിവാക്കിയിട്ട് നമ്മൾ മറ്റൊരു കേസ് നോക്കാം. അതായത് നമുക്കറിയാവുന്ന ഒന്ന്, നമ്മൾ പലപ്പോഴും പഠിക്കുന്ന സമയത്ത് ധാരാളം ഉറക്കം വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിന് നാം അനുവർത്തിക്കുന്ന ഒന്ന് ചായ കുടിക്കുക, അതുപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജെന്യുവിനായ എക്സാമ്പിൾ വളരെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, പി എന്ന് പറഞ്ഞാൽ ചായ കുടിക്കുന്നു, ക്യൂ എന്ന് പറഞ്ഞാൽ ഉറക്കം പോകുന്നു. നമുക്കറിയാം ചായ കുടിച്ചാൽ രാത്രി പലപ്പോഴും ബുക്ക് കണ്ടാൽ തന്നെ ഉറക്കം വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് പല കുട്ടികൾക്കും. അപ്പോൾ ഇവിടെ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കുന്നു, ഉറക്കം പോകുന്നു. അതായത് ചായ കുടിച്ചാൽ ഉറക്കം പോകും എന്നർത്ഥം. ആ അർത്ഥത്തിലാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, അതായത് പി എന്ന് പറഞ്ഞാൽ ചായ കുടിക്കുന്നു, ചായ കുടിച്ചാൽ ഉറക്കം പോകുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്താണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് കേസ് നോക്കാം. അതായത് പി ട്രൂ ആണ്, ക്യൂ ട്രൂ ആണ്. അതായത് ചായ കുടിച്ചു, ഉറക്കം പോകുമെന്ന് അറിയാമായിരുന്നു, അതുകൊണ്ട് ചായ കുടിച്ചു നോക്കി. അതെ, ശരിയാണ്, ചായ കുടിച്ചപ്പോൾ നിർബന്ധമായി ഉറക്കം പോയി. അതെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പി ട്രൂ ആണ്, ക്യൂ ട്രൂ ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് ട്രൂ ആണ്. എന്നാൽ ഇനി രണ്ടാമത്തെ ഒരു കേസ്, ഇവിടെ ചായ കുടിച്ചു പക്ഷേ ഉറക്കം പോകുന്നില്ല. ചായ 1 ഗ്ലാസ് 2 ഗ്ലാസ് 3 ഗ്ലാസ് ഒക്കെ കുടിച്ചു നോക്കി, പക്ഷേ എന്തോന്നറിയില്ല, ഉറക്കം പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നേരത്തെ പറഞ്ഞ പി ഇംപ്ലൈസ് ക്യൂ, ചായ കുടിച്ചാൽ ഉറക്കം പോകുന്നു എന്ന കേസ്, എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഫാൾസ് ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു പോസിബിലിറ്റി ഉള്ളത്, പി എന്നുള്ളത് ഫാൾസ് ആണ്, ക്യൂ എന്നുള്ളത് ട്രൂ ആണ്. അതായത് പറയുന്നത് ചായ കുടിച്ചാൽ ഉറക്കം പോകുന്നു എന്നുള്ളതായിരുന്നു, പക്ഷേ ചായ കുടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഉറക്കം വന്നില്ല. അതായത് ചായ കുടിച്ചാലേ ഉറക്കം പോകൂ എന്നല്ല പറഞ്ഞത്, ചായ കുടിച്ചാൽ ഉറക്കം പോകും എന്നൊരു കേസാണ്. ചായ കുടിച്ചില്ലെങ്കിൽ എന്ത് എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിൽ പി ട്രൂ ഫാൾസ് ആണ്, ക്യൂ ട്രൂ ആണ്. ആ സമയത്ത് അതിൻ്റെ റിസൾട്ട് ട്രൂ ആണ് എന്നർത്ഥം. ഇനി അടുത്തൊരു പോസിബിലിറ്റി വരുന്നത്, അതായത് പി ഫാൾസ് ആണ്, ക്യൂവും ഫാൾസ് ആണ്. ചായ കുടിച്ചിട്ടുമില്ല, ഉറക്കം പോയിട്ടുമില്ല. ആ സമയത്തും ചായ കുടിച്ചാൽ ഉറക്കം പോകുന്നു എന്ന കൺസെപ്റ്റിന് മാറ്റങ്ങളൊന്നുമില്ല, അത് ട്രൂ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ആകെ ഒറ്റ കേസിൽ മാത്രമേ ഉള്ളൂ അത് ഫാൾസ് ആകുന്നത്. അതായത് പി ട്രൂ ആണ്, ക്യൂ ഫാൾസ് ആണ്. ആ സമയത്ത് പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് ഫാൾസ് ആണ് എന്നർത്ഥം. നമുക്ക് ഈ കാര്യങ്ങളൊന്ന് നോട്ടിലേക്ക് എഴുതി വയ്ക്കണം. അപ്പോൾ ഇവിടെ
ട്രൂത്ത് വാല്യൂ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പി ഒരു ബോക്സ് വരച്ച് പി ക്യൂ, പി ഇംപ്ലൈസ് ക്യൂ. പി ട്രൂ ആണ്, ക്യൂ ട്രൂ ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് ട്രൂ ആണ്. പി ട്രൂ ആണ്, ക്യൂ ഫാൾസ് ആണ്, പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് ഫാൾസ് ആണ്. പി ഫാൾസ് ആണ്, ക്യൂ ട്രൂ ആണ്, പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് ട്രൂ ആണ്. പിയും ക്യൂവും ഫാൾസ് ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളതും ട്രൂ ആണ്. അതായത് ആകെ ഒരേ ഒരു കേസിൽ മാത്രമാണ് അത് ഫാൾസ് ആവുന്നത്. ടി എഫ് എഫ് എന്ന് ഓർത്താൽ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്നർത്ഥം. ദെൻ നമുക്ക് അടുത്ത ഒരു കേസ് നോക്കാം. അതായത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റഡി വെൽ, നന്നായി പഠിക്കുക. ക്യൂ എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഗവൺമെൻറ് ജോബ്. അതായത് പി എന്ന് പറഞ്ഞാൽ യു സ്റ്റഡി വെൽ, ക്യൂ യു വിൽ ഗെറ്റ് ഗവൺമെൻറ് ജോബ്. ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും കോളേജ് അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കുട്ടികൾ പലപ്പോഴും ബുക്ക് എടുത്തേക്കും, പിന്നെ പഠിക്കില്ല. പല കുട്ടികളും പഠിക്കില്ല. അതുവരെ പഠിച്ചതല്ലേ എന്ന് പറഞ്ഞ് പിന്നെ ഒന്നും പഠിക്കില്ല. എന്നാൽ നന്നായി പഠിച്ചാൽ മാത്രമേ എന്ത് കിട്ടൂ? ഗവൺമെൻറ് ജോലി കിട്ടൂ. അതുകൊണ്ട് തന്നെ ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് വീട്ടിലുള്ള രക്ഷിതാക്കളും നമ്മുടെ ഏറ്റവും അടുത്തുള്ളവരാണ് നമ്മളെ ഉപദേശിക്കാറ്. ഉപദേശം കേൾക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമ്മളെ ഏറ്റവും നല്ല ആൾക്കാരാണ് നമ്മളെ ഉപദേശിക്കുക. നമ്മളെ നേർവഴിയിലേക്ക് നയിക്കുന്നവരാണ് നമ്മളെ ഉപദേശിക്കുക. അപ്പോൾ അവർ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: ഇഫ് യു സ്റ്റഡി വെൽ ദെൻ യു വിൽ ഗെറ്റ് എ ഗവൺമെൻറ് ജോബ്. ഇത് പലപ്പോഴും നമ്മൾ വളരെ അടുത്തുള്ളൊരു മാറി മാറി ഉപദേശിക്കുമ്പോൾ സ്ഥിരം പറയുന്നത് കൊണ്ട് നമ്മളത് കേൾക്കാറില്ല. എത്ര ഉപദേശം നമ്മൾ കേട്ടതല്ലേ. അതുകൊണ്ട് തന്നെ ഇഫ് യു സ്റ്റഡി വെൽ ദെൻ യു വിൽ ഗെറ്റ് എ ഗവൺമെൻറ് ജോബ്. ഇത് പലപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് കേട്ടതുകൊണ്ട്, തീരെ അനുസരിക്കാത്തത് കൊണ്ട് പിന്നെ വീട്ടിലുള്ളവർ പറയുക എന്താ? ഗവൺമെൻറ് ജോലി വേണ്ടല്ലോ, എന്നാൽ പഠിക്കണ്ട. ഗവൺമെൻറ് ജോലി പഠിക്കണ്ട, ഗവൺമെൻറ് ജോലി കിട്ടണ്ടല്ലോ, എന്നാൽ പഠിക്കണ്ട. അതിൻ്റെ അർത്ഥം പഠിക്കണ്ട എന്ന് പറഞ്ഞു എന്നല്ല, മറിച്ച് എന്താ പറഞ്ഞിട്ടുണ്ടാവുക? അച്ഛൻ, രക്ഷിതാവ് എന്താ പറഞ്ഞിട്ടുണ്ടാവുക? അതെ, ഇതാണ് പറഞ്ഞിട്ടുണ്ടാവുക: ഇഫ് യു ഡോണ്ട് വാണ്ട് എ ഗവൺമെൻറ് ജോബ് ദെൻ യു ഡോണ്ട് സ്റ്റഡി വെൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാവുമോ? പഠിക്കണ്ട എന്ന് വീട്ടുകാർ പറഞ്ഞു എന്നതാണോ? അല്ല, മറിച്ച് അവർ പറഞ്ഞത് നന്നായി പഠിച്ച ജോലി കിട്ടുന്നുള്ള അതേ ആശയം തന്നെയാണ് മറ്റൊരു ഭാഷയിൽ ആദ്യത്തെ മനസ്സിലാവാത്തത് കൊണ്ട് തിരിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇഫ് യു സ്റ്റഡി വെൽ ദെൻ യു വിൽ ഗെറ്റ് എ ഗവൺമെൻറ് ജോബ് എന്നുള്ളത് തന്നെയാണ് ഇഫ് യു ഡോണ്ട് വാണ്ട് എ ഗവൺമെൻറ് ജോബ് ദെൻ യു ഡോണ്ട് സ്റ്റഡി വെൽ. അതായത് ഇത് രണ്ടും ഒരേ മീനിങ് ആണ് എന്നർത്ഥം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ ഭാഗം തിരിച്ചെഴുതിയതാണ്. അതായത് ആദ്യത്തെ പി ഇംപ്ലൈസ് ക്യൂ ആണ് എന്ന് നമുക്കറിയാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെഴുതാം? നെഗേഷൻ ക്യൂ ആണ്. രണ്ടാമത്തെ ഭാഗത്ത് നോട്ട് ചേർത്തിട്ടുണ്ട്, തുടർന്ന് ആദ്യ ഭാഗത്ത് നോട്ട് ചേർത്തതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ പറയാം. അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് ഇഫ് യു സ്റ്റഡി വെൽ ദെൻ യു വിൽ ഗെറ്റ് എ ഗവൺമെൻറ് ജോബ്. അതിൻ്റെ മറ്റൊരു രീതിയിൽ അതേ ഭാഷയിൽ തന്നെ മറ്റൊരു ഭാഷയിൽ തന്നെ പറഞ്ഞതാണ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. അതായത് ഇഫ് യു ഡോണ്ട് വാണ്ട് എ ഗവൺമെൻറ് ജോബ് ദെൻ യു ഡോണ്ട് സ്റ്റഡി വെൽ. ഇതിനെയാണ് നാം പറയുന്നത് കോൺട്രാപോസിറ്റീവ്. അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളതിൻ്റെ കോൺട്രാപോസിറ്റീവാണ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. അതായത് രണ്ടാമത്തെ ഭാഗം അതിന് നെഗേഷൻ കൊടുത്ത് ഇംപ്ലൈസ് ആദ്യത്തെ ഭാഗം എഴുതുന്നു. അതേപോലെ തന്നെ കോൺട്രാപോസിറ്റീവ് ഓഫ് നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് രണ്ടാമത്തെ പാർട്ടിന് നെഗേഷൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ നെഗേഷൻ ചേർത്തു. ആദ്യ ഭാഗത്തെ നെഗേഷൻ ഉള്ളത് ഒഴിവാക്കുകയും ചെയ്തു. അതാണ് കോൺട്രാപോസിറ്റീവ്. നമുക്ക് ഈ കാര്യങ്ങളൊന്ന് നോട്ടിലേക്ക് എഴുതി വയ്ക്കാം. എന്താണ് കോൺട്രാപോസിറ്റീവ്? അതായത് ദ കോൺട്രാപോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് പി ദെൻ ക്യൂ ഈസ് ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി. രണ്ടാമത്തെ പാർട്ട് അവിടെ നിന്ന് തിരിച്ചെഴുതുന്നു.
കൂടാതെ നെഗേഷൻ കൊടുത്ത് നോട്ടുണ്ടെങ്കിൽ നോട്ട് ഒഴിവാക്കി ഇല്ലാത്ത നോട്ട് ചേർത്ത് എഴുതുന്നു. അതായത് കോൺട്രാപോസിറ്റീവ് ഓഫ് പി ഇംപ്ലൈസ് ക്യൂ ഈസ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. എക്സാമ്പിൾ, പി ഇംപ്ലൈസ് ക്യൂ. ഇഫ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 then it is even. Negation q implies negation p. If a number is not even then it is not a multiple of 8. അതായത് 8ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈവൺ ആകുന്നു. ഈവൺ പോലുമല്ലെങ്കിൽ അതൊരിക്കലും 8ൻ്റെ മൾട്ടിപ്പിൾ ആവില്ല. ഒരിക്കലും എന്നുള്ളത് ചേർത്തതാണ്. ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഈവൺ then it is not multiple of 8. അതായത് രണ്ടിനും ഒരേ മീനിങ് ആണ് എന്നതും കൂടി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് കോൺട്രാപോസിറ്റീവ് ഹാവ് ദ സെയിം മീനിങ് എന്നതാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ട വസ്തുത. ദെൻ മറ്റൊന്നാണ് ഇതേപോലെയുള്ള മറ്റൊന്നാണ് കോൺവേഴ്സ്. കോൺവേഴ്സ് എന്ന് പറഞ്ഞ തന്നെ നമുക്ക് മനസ്സിലാവും. അത് പി ഇംപ്ലൈസ് ക്യൂ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുക. അതായത് ദ കോൺവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് പി ഈസ് if p then q is if q then p. രണ്ട് പാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. നമുക്കൊരു എക്സാമ്പിൾ, p implies q. if a number is a multiple of 8 then it is even. q implies p. if a number is even then it is a multiple of 8. അതായത് ഇതാവുമ്പോൾ ആദ്യത്തെ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ 8ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈവൺ ആണ്, അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈവൺ ആണെങ്കിൽ 8ൻ്റെ മൾട്ടിപ്പിൾ ആകണമെന്നില്ല. ഇപ്പോൾ ഒരു ഈവൺ നമ്പർ 2 എന്നുള്ളത് 8ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ ക്യൂ ഇംപ്ലൈസ് പി എന്നുള്ളത് ഫാൾസ് ആയിരിക്കും. തിരിച്ച് പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് ഫാൾസ് ആണെങ്കിൽ ക്യൂ ഇംപ്ലൈസ് പി എന്നുള്ളത് ട്രൂ ആയിരിക്കും എന്നർത്ഥം. അതായത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് കോൺവേഴ്സ് ഹാവ് ഓപ്പോസിറ്റ് മീനിങ്. ഇത് രണ്ടും തമ്മിൽ മാറരുത്. കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ്. ദെൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് മറ്റൊരു ഇംപ്ലിക്കേഷനാണ്. അതായത് നേരത്തെ നാം പറഞ്ഞു പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത്. പി ഇംപ്ലൈസ് ക്യൂ അതുപോലെ തന്നെ ക്യൂ ഇംപ്ലൈസ് പി. ഇത് രണ്ടും ഒരേ സമയം ശരിയാകുമ്പോഴാണ് നാം പറയുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നതാണ് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ഇംപ്ലൈഡ് ബൈ, ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ. അതിനാണ് നാം ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇതെല്ലാം നാം പലപ്പോഴും ക്വസ്റ്റ്യൻ മാത്സിൽ ഇതുവരെ പഠിച്ച ഭാഗത്ത് തന്നെ ധാരാളം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഒക്കെ പഠിച്ചതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ നമ്പർ ഈസ് ഈവൺ, എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. ഈവൺ നമ്പർ ആണെങ്കിൽ നിർബന്ധമായും അതിലൊരു കോമൺ ഫാക്ടർ 2 ഉണ്ടായിരിക്കും, അതായത് മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കും. അതായത് പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ എന്ന് പറഞ്ഞാൽ എ നമ്പർ ഈസ് ഈവൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ളത് IFF അതേ രീതിയിലും നമുക്ക് നൊട്ടേഷൻ നടത്താം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ളത് മറ്റൊരു ഇംപ്ലിക്കേഷനാണ്. ഇഫ് ദെൻ പോലെയുള്ള മറ്റൊരു ഇംപ്ലിക്കേഷൻ. നമുക്കിനി ഇതിൻ്റെ ട്രൂത്ത് വാല്യൂം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ട്, തിരിച്ച് ക്യൂ ഉണ്ടെങ്കിൽ പി ഉണ്ട്. ഇത് രണ്ടും ഒരേ സമയം ശരിയാകുമ്പോഴാണ് നാം പറയുന്നത് പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ. അതായത് പി ട്രൂ ആണെങ്കിൽ ക്യൂ ട്രൂ ആണ്. ഇറ്റ് ഈസ് ക്ലിയർ. പി ട്രൂ ആണ്, ക്യൂ ഫാൾസ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ട്രൂ, ഇവിടുന്ന് ഇങ്ങോട്ട് ട്രൂ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാകണം. പി ഇംപ്ലൈസ് ക്യൂ ആണോ, ക്യൂ ഇംപ്ലൈസ് പി ആകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ക്ലിയർ ആയിട്ട് ഫാൾസ് ആയിരിക്കും. എഫ് ടി അതും ഫാൾസ് ആയിരിക്കും. എഫ് ആണെങ്കിൽ ടി ആയിരിക്കും. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ടി എഫ് ആണ്, എഫ് ടിയും എഫ് ആണ്. രണ്ടും ഒരുപോലെ വന്നാൽ ട്രൂ ആണ് എന്നർത്ഥം. അതായത് ട്രൂത്ത് വാല്യൂ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ അതുപോലെ തന്നെ ട്രൂത്ത് ഇംപ്ലൈസ് ഓഫ് പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ ഈ രണ്ടും തമ്മിൽ മാറരുത് എന്നർത്ഥം. നേരത്തെ പറഞ്ഞ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളതിൽ ഒറ്റ കേസിൽ മാത്രമായിരുന്നു ഫാൾസ് ഉണ്ടായിരുന്ന TFF. ഇവിടെ TFും F ആണ്, FTയും F ആണ് എന്നർത്ഥം. അതായത് വ്യത്യസ്ത രീതിയിൽ വരുമ്പോൾ അത് രണ്ടും ഫാൾസ് ആയിരിക്കും എന്നർത്ഥം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുവരെയുള്ള നെഗേഷൻ മുതൽ ഇതുവരെയുള്ള എല്ലാ ചോദ്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ, സ്റ്റേറ്റ്മെൻ്റ് ആണോ അല്ലയോ എന്നുൾപ്പെടെയുള്ള എല്ലാ ചോദ്യങ്ങളും, അതായത് 14.1 മുതലുള്ള ക്വസ്റ്റ്യൻസാണ് നാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.